മലയാളി വിക്കറ്റ് കീപ്പർ ബാറ്ററായ സഞ്ജു സാംസണിനെ ICC 2025 ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിനുള്ള ഇന്ത്യൻ ടീമിൽ ഉൾപ്പെടുത്താതിരുന്നതോടെ സോഷ്യൽ മീഡിയയിൽ പ്രതിഷേധ തരംഗമുയർന്നു. ശശി തരൂർ കേരള ക്രിക്കറ്റ് അസോസിയേഷനെതിരെ വെടിപൊട്ടിച്ചതോടെ ഏവരും ആ വഴിക്ക് നീങ്ങി. ആരുടെയും ഇഷ്ടത്തിനും വന്നും പോയും ഇരിക്കാവുന്ന ഇടമല്ല കേരള ക്രിക്കറ്റ് എന്നായിരുന്നു KCA പ്രസിഡന്റ് ജയേഷ് ജോർജിന്റെ നിലപാട്. ആഭ്യന്തര ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റായ വിജയ് ഹസാരയ്ക്കുള്ള കേരള ടീമിൽ സഞ്ജുവിനെ ഉൾപ്പെടുത്താതിരുന്നതാണ് KCAക്കെതിരെ വിമർശനമുയരാൻ കാരണം. സഞ്ജു കേരള ക്യാമ്പിൽ പങ്കെടുക്കാതിരുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ ടീമിൽ ചേർക്കാതിരുന്നതെന്നായിരുന്നു KCAയുടെ മറുപടി. ഗൗതം ഗംഭീറുമായി അഗാർക്കറും രോഹിത്തും ചേരിപ്പോര് നടത്തിയ ആദ്യ കാരണം സഞ്ജു സാംസണെ ടീമിലെടുക്കുന്നത് സംബന്ധിച്ചായിരുന്നു. സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തണമെന്നായിരുന്നു ഗംഭീറിന്റെ ആവശ്യം. എന്നാൽ സെലക്ടർമാർക്ക് വിശ്വാസം ഋഷഭ് പന്തിലായിരുന്നു. സഞ്ജു സാംസണെ ഒഴിവാക്കിയതിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മൗനാനുവാദമുണ്ടെന്നും ക്രിക്കറ്റ് നിരീക്ഷകർ വിലയിരുത്തുന്നു. കാരണം ഇന്ത്യയുടെ T20 ടീം ഓപ്പണർ സ്ഥാനം സെഞ്ചുറികളിലൂടെ സഞ്ജു ഉറപ്പിച്ചിരിക്കുകയാണ്. സഞ്ജു ടീമിലെത്തിയാൽ ഏകദിനത്തിലും ഓപ്പണിംഗ് സ്ഥാനത്ത് പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. രോഹിത് ശർമ്മയുടെ ഏകദിന ഭാവിക്ക് അതൊരു ഭീഷണിയായേക്കാം. അവസാനം കളിച്ച 5 T20 ഇന്നിംഗ്സിൽ 3ലും സഞ്ജു സെഞ്ചുറി നേടിയിരുന്നു.